കഴിഞ്ഞ തവണ ബസ്സിൽ പോയപ്പോൾ ഈ കാടൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ഇനി വഴി തെറ്റിയോ? ചിലപ്പോൾ ഇതുവഴി പോയാലും റെയിൽവേ സ്റ്റേഷൻ എത്തുമായിരിക്കും. ഈ മുന്നിലിരിക്കുന്നവരൊന്നും എന്താ പരസ്പരം ഒന്നും സംസാരിക്കാതെയും ചലിക്കാതെയും ഇരിക്കുന്നത്? നീണ്ട ഒരു വർഷത്തിന് ശേഷമാണ് നവീൻ നാട്ടിലേക്ക് പുറപ്പെടുന്നത്. എഞ്ചിനീയറിംഗിന് അഡ്മിഷൻ ലഭിച്ചത് മധ്യപ്രദേശിലായതുകൊണ്ട് തന്നെ എപ്പോഴും വീട്ടിലേക്കുള്ള പോക്ക് അസാധ്യമായിരുന്നു. അതുകൊണ്ട് വർഷത്തിൽ ഒരിക്കൽ മാത്രമേ നവീൻ വീട്ടിലേക്ക് പോകുമായിരുന്നുള്ളൂ. എന്നാൽ മധ്യപ്രദേശിൽ കർണൂർ എന്ന് പറഞ്ഞ സ്ഥലത്തിൽ നിന്നും അവന് ഒരുപാട് ദൂരെയായിരുന്നു അവൻ്റെ കോളേജ്. കർണൂർ വരെ അവനെ കൂടെ പഠിക്കുന്ന ഏതെങ്കിലും വിദ്യാർത്ഥികൾ അവിടെ ഡ്രോപ്പ് ചെയ്യും. എന്നാൽ കർണൂർ ബസ് സ്റ്റോപ്പിൽ നിന്നും റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇനിയും ഒരുപാട് ദൂരം പോവാനുണ്ട്. അവിടെ നിന്ന് ബസ് മാർഗം മാത്രമാണ് അവൻ പോകാറുള്ളത്. അവിടെ അഡ്മിഷൻ എടുത്ത് 2 or 3 പ്രാവശ്യം അവൻ വീട്ടിലേക്ക് പോയിട്ടുണ്ട്. എന്നാൽ ഇത്തവണ പോകുന്ന സമയത്ത് അവന് ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങാൻ ഒരുപാട് വൈകിയത് കൊണ്ട് തന്നെ അവനന്ന് ബസ് മിസ്സായിരുന്നു. വളരെ വൈകിയായിരുന്നു അന്ന് അവൻ കർണൂർ ബസ് സ്റ്റോപ്പിലേക്ക് എത്തിയത്. അവിടെ വരെ അവൻ്റെ ഒരു സുഹൃത്ത് അവനെ കൊണ്ടുവിട്ടു. അവിടെ നിന്ന് ആ ബസ് സ്റ്റോപ്പിൽ എത്തുന്ന സമയത്ത് ആ ബസ് സ്റ്റോപ്പിൽ ബസ്സോ അല്ലെങ്കിൽ അവിടെ ഒരു മനുഷ്യൻ പോലും ഉണ്ടായിരുന്നില്ല. സത്യത്തിൽ നവീൻ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഇനി റെയിൽവേ സ്റ്റേഷനിലേക്ക് എപ്പോഴാണ് ബസ് എന്ന് ചോദിക്കാൻ പോലും അവിടെ ആരും ഉണ്ടായിരുന്നില്ല. എന്നാൽ ബസ് വരുന്നത് വരെ ഇവിടെ തന്നെ നിൽക്കാം. ഇനി ഒരു പക്ഷേ ബസ് വന്നില്ലെങ്കിൽ ഇന്ന് ഈ ബസ് സ്റ്റാൻഡിൽ തന്നെ കിടന്നുറങ്ങാം. അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലേക്കും മാറിപ്പോവുകയാണെങ്കിൽ ബസ് വരുന്നത് അറിയില്ല. അങ്ങനെയാണെങ്കിൽ ബസ് മിസ്സാവും. പിന്നെ വീട്ടിലേക്ക് എത്താൻ ഒരുപാട് വൈകുകയും ചെയ്യും. അതുകൊണ്ട് ആ ബസ് സ്റ്റോപ്പിൽ തന്നെ അന്ന് നവീൻ ചെലവഴിക്കാൻ തീരുമാനിച്ചു. ഒരുപാട് സമയം അവിടെ ഇരുന്നിട്ടും അങ്ങോട്ടേക്ക് ഒരു ബസ്സോ അല്ലെങ്കിൽ ഒരു വാഹനമോ വരുന്നുണ്ടായിരുന്നില്ല. അങ്ങോട്ട് ബസ്സിൽ കയറുന്നതിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ ഈ ഡെസ്റ്റിനേഷനിലേക്കുള്ള ഒരു ബസ് പോലും അങ്ങോട്ടേക്ക് വരുന്നുണ്ടായിരുന്നില്ല. ആ സമയത്ത് മൊബൈൽ ഫോണൊക്കെ അവിടെ തന്നെ ഉണ്ടായിരുന്ന ഒരു സ്വിച്ച് ബോർഡിൽ ചാർജ് ചെയ്യാനായിട്ട് ഫുൾ ചാർജ് ആക്കി അവൻ്റെ കയ്യിൽ വെച്ചു. ബസ് എങ്ങാനും വരികയാണെങ്കിൽ അതിനൊന്നും സമയം കിട്ടില്ല എന്ന് അവൻ മനസ്സിൽ കരുതി. അങ്ങനെ കുറച്ച് സമയം നിൽക്കുന്ന സമയത്താണ് അവൻ നിൽക്കുന്നതിൽ നിന്ന് ഏകദേശം ഒരു 10 മീറ്റർ മാറി ഒരു ബസ് ഓണായി കിടക്കുന്നത് കണ്ടത്. അത് ഒരു സ്റ്റാർട്ടിംഗ് കണ്ടീഷനിൽ ഓണാക്കി വെച്ചിരിക്കുന്നു. ഇത് ദൂരെ നിന്ന് നവീൻ കാണുന്നുണ്ടായിരുന്നു. അതൊരു പഴയ തരത്തിലുള്ള ഒരു ബസ്സായിരുന്നു. കുറച്ചുകൂടി സൂക്ഷിച്ചു നോക്കിയപ്പോൾ അവന് പോകേണ്ട സ്ഥലപ്പേര് വളരെ ചെറുതായിട്ട് ആ ബസ്സിന്റെ പുറകിൽ എഴുതി വെച്ചിരുന്നു. ആ സമയത്ത് നവീൻ മനസ്സിൽ കരുതി, ഇത് ഞാൻ പോകുന്ന ബസ്സല്ല, പക്ഷേ ഇത് ഞാൻ പോകേണ്ട സ്ഥലത്തേക്കുള്ള ബസ്സാണ്. ഇതിൽ തന്നെ പോകാം. ഇനിയൊരു ബസ് വരുന്നത് വരെ കാത്തിരുന്നാൽ മൊത്തത്തിൽ നേരം വൈകിപ്പോകുമെന്ന് കരുതി നവീൻ ആ ബസ്സിലേക്ക് നടക്കാൻ തുടങ്ങി. കുറച്ചു ദൂരം നടന്നപ്പോൾ തന്നെ ആ ബസ്സിനരികിലെത്തി. ബസ്സിന്റെ പുറകിലെ വാതിലില്ലാത്ത ആ വഴിയിലൂടെ അവൻ അകത്തേക്ക് കയറി. എന്നാൽ അതിനകത്തേക്ക് കയറിയ സമയത്ത് തന്നെ നവീന് വല്ലാത്തൊരു ദുർഗന്ധം വരാൻ തുടങ്ങി. സഹിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു വല്ലാത്ത തരം ദുർഗന്ധം. ഒരുപാട് കാലപ്പഴക്കമുള്ള ബസ്സായതുകൊണ്ടാവാം ഇതുപോലെയുള്ള ഒരു ദുർഗന്ധം വരുന്നതെന്ന് അവൻ മനസ്സിലോർത്തു. എന്നാൽ അതിനകത്തേക്ക് നോക്കുന്ന സമയത്ത് ആ ബസ്സിന്റെ പല ഭാഗങ്ങളിലായി ഒരുപാട് യാത്രക്കാർ ഇരിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ആ ബസ്സിനുള്ളിലെ പ്രകാശം വളരെ മിതമായ രീതിയിൽ മാത്രമേ തെളിയുന്നുണ്ടായിരുന്നുള്ളൂ. ആ ബസ്സിലെ പ്രകാശം ആ ബസ്സിന്റെ പല ഭാഗങ്ങളിലേക്കും എത്തുന്നേ ഉണ്ടായിരുന്നില്ല. തറയിലേക്ക് പോലും ആ വെളിച്ചം ഒട്ടും തെളിയുന്നേ ഉണ്ടായിരുന്നില്ല. അങ്ങനെ കുറച്ചു നേരം അവൻ അവിടെ തന്നെ നിന്നു. അവിടെ ഉണ്ടായിരുന്ന ഒരു സീറ്റിൽ തന്നെ മൊബൈൽ ഫോണിലെ ഫ്ലാഷ് ഒക്കെ അടിച്ച് അവിടെ വൃത്തിയൊക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് അവൻ അവിടെ ഇരുന്ന് ഫ്ലാഷ് ഓഫ് ചെയ്യുകയും ചെയ്തു. ആ സമയത്താണ് അവൻ മൊബൈൽ ഫോണിലേക്ക് നോക്കുന്നത്. ആ ബസ്സിലേക്ക് കയറുന്നതിന് മുന്നേ ഫുൾ ചാർജ് ആയിരുന്ന അവൻ്റെ മൊബൈൽ ഫോണിൽ ഇപ്പോൾ വെറും 5% ചാർജ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് അവന് അത്ഭുതമായിട്ട് തോന്നി. ഇത് എന്താണ് ഇങ്ങനെ? ഫോണിന് എന്തെങ്കിലും കംപ്ലൈൻറ്റ് സംഭവിച്ചിട്ടുണ്ടാവുമോ എന്നൊക്കെ അവൻ്റെ മനസ്സിൽ അവൻ ഓരോന്നായിട്ട് ചിന്തിച്ചു കൊണ്ടിരുന്നു. എന്നാൽ ഇനി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ട് ചാർജ് ചെയ്യാം, ഏതായാലും ബസ് ലഭിച്ചല്ലോ എന്ന സമാധാനത്തിൽ അവൻ അവിടെ തന്നെ ഇരുന്ന് അവന് ചുറ്റുമുണ്ടായിരുന്ന യാത്രക്കാരെ അവൻ നോക്കാൻ തുടങ്ങി. എന്നാൽ അവിടെ ഉണ്ടായിരുന്ന യാത്രക്കാരിൽ അവൻ്റെ നേരെ മുന്നിലിരുന്ന ഒരു വൃദ്ധനും അതിന് ഓപ്പോസിറ്റ് ഇരുന്ന ഒരു അമ്മയും ഒരു കൈക്കുഞ്ഞുമായിരുന്നു. എന്നാൽ അതായിരുന്നില്ല അവന് വിചിത്രമായിട്ട് തോന്നിയിരുന്നത്.
ഈ വൃദ്ധനും ആ അമ്മയും കുഞ്ഞും അതുപോലെ ആ ബസ്സിലുണ്ടായിരുന്ന എല്ലാ യാത്രക്കാരും ആരും പരസ്പരം സംസാരിക്കുകയോ അല്ലെങ്കിൽ അവരാരും അനങ്ങുകയോ ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഒരു ഭാഗത്തേക്ക് തന്നെ നോക്കി നിൽക്കുന്നത് പോലെ. എന്തിനു പറയുന്നു, ആ അമ്മയുടെ കയ്യിലെ ആ കുഞ്ഞു പോലും ഇളകുന്നേ ഉണ്ടായിരുന്നില്ല. അത് ആ അമ്മയുടെ മാറിൽ തന്നെ ചാഞ്ഞ് കിടക്കുകയായിരുന്നു. ഇതൊക്കെ നവീന് വളരെ വിചിത്രമായ കാര്യങ്ങളായിട്ട് തോന്നി. എന്നാൽ ഇതിൽ യാത്ര ചെയ്യാതെ മറ്റൊരു മാർഗമില്ല എന്ന് കരുതി നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് ആ വണ്ടി സ്റ്റാർട്ടായത്. കുറച്ചു ദൂരം വണ്ടി മുന്നോട്ട് നീങ്ങിയപ്പോഴേക്ക് ആ കണ്ടക്ടർ ഇരിക്കുന്ന സീറ്റിലേക്ക് കണ്ടക്ടർ യൂണിഫോം ഒക്കെ ധരിച്ച ഒരാൾ വന്നിരുന്നു. ഡ്രൈവറും വണ്ടിയിലേക്ക് കയറി വണ്ടി പൊതുവെ മുന്നോട്ടേക്ക് എടുക്കാൻ തുടങ്ങി. അങ്ങനെ കുറച്ചു ദൂരം ചെന്നപ്പോൾ തന്നെ ആ ബസ് വലിയൊരു കാടിനുള്ളിലേക്ക് കയറി. ഒരു കാടിനുള്ളിലൂടെ ഉള്ള ഒരു റോഡ് പോലെയുള്ള ഒരു വഴിയിലേക്ക് ആ ബസ് കയറി തുടങ്ങിയിരുന്നു. ആ സമയത്ത് നവീൻ മനസ്സിലോർത്തു, ഞാൻ ഇതിനു മുന്നേ 2 തവണ പോയപ്പോഴും ബസ് കാടിന്റെ ഉള്ളിലൂടെ ആയിരുന്നില്ല പോയത്. പിന്നെ എന്താണ് ഇപ്പോൾ ഈ ബസ് കാടിനുള്ളിലൂടെ പോകുന്നത്? ഇനി ഒരു പക്ഷേ എനിക്ക് വഴി തെറ്റിയിരിക്കുമോ എന്നൊക്കെ നവീൻ മനസ്സിലോർത്തു. എന്നാൽ ആ സമയത്ത് നവീൻ മറ്റൊരു കാരണത്താൽ ആശ്വസിച്ചു. അന്നൊക്കെ ഞാൻ പോയിരുന്നത് വൈകുന്നേരങ്ങളിലായിരുന്നു. ഇത് അർദ്ധരാത്രിയിൽ പോകുന്ന ബസ്സല്ലേ, ചിലപ്പോൾ ഈ വഴി പോയാലും റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്താമായിരിക്കും എന്ന് അവൻ കരുതി. എന്നാൽ ഈ കാടിനുള്ളിലേക്ക് കയറിയ സമയം മുതൽ നവീൻ പുറത്തേക്ക് നോക്കുന്ന സമയത്ത് ആ കാടിനുള്ളിൽ നിന്നും എന്തൊക്കെയോ വിചിത്രമായ ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ടായിരുന്നു. എന്നാൽ മൃഗങ്ങൾ കരയുന്നതോ ചീവീട് കരയുന്നതോ പോലെയുള്ള ശബ്ദങ്ങളല്ല, ഒരുപാട് മനുഷ്യർ ഒരുമിച്ച് നിലവിളിക്കുന്നത് പോലെ, അതുപോലെ ബസ്സിന് ചുറ്റും ആരൊക്കെയോ ബഹളം വെക്കുന്നത് പോലെയൊക്കെയുള്ള ഒരു ശബ്ദം നവീന് കേട്ടുകൊണ്ടേയിരുന്നു. എന്നാൽ ആ ബസ് മുന്നോട്ടേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ബസ്സിലെ യാത്രക്കാരും പരസ്പരം സംസാരിക്കുകയോ അവർ ഒന്ന് അനങ്ങുക പോലും ഉണ്ടായിരുന്നില്ല. അതൊക്കെയായിരുന്നു നവീന് വീണ്ടും വീണ്ടും മനസ്സിൽ എന്തൊക്കെയോ തോന്നിക്കൊണ്ടിരുന്നത്. കുറച്ചു ദൂരം ചെന്ന സമയത്താണ് പെട്ടെന്ന് നവീന്റെ ചുമലിൽ ആരോ ചാഞ്ഞു കിടക്കുന്നത് പോലെയുള്ള ഒരു അവസ്ഥ അവന് അനുഭവപ്പെട്ടത്. എന്നാൽ പെട്ടെന്ന് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് നവീന്റെ അടുത്ത് ആരും തന്നെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ നോക്കുന്ന സമയത്ത് പെട്ടെന്നാണ് ആ ബസ്സിനുള്ളിലെ ചെറിയ ചെറിയ ആ ലൈറ്റുകൾ മിന്നി മറിയാൻ തുടങ്ങിയത്. ഇടയ്ക്ക് മിന്നി കത്തുകയും അതുപോലെ ഇടയ്ക്കത് ഓഫ് ആവുകയും ചെയ്തുകൊണ്ടേയിരുന്നു. എന്നാൽ കാടിനുള്ളിലേക്ക് കയറിയ സമയത്ത് പെട്ടെന്ന് ഒരു പടുകൂറ്റൻ ശബ്ദത്തോടെ ആ ബസ് അവിടെ പെട്ടെന്ന് സഡൻ സ്റ്റക്കായിട്ട് നിന്നു. ആ സമയത്ത് നവീന് തോന്നി ഈ ബസ്സിനെന്തോ തകരാറ് സംഭവിച്ച് ഇവിടെ നിന്നതാണ്. ആ സമയത്താണ് ആ ബസ്സിൽ നിന്നും ആ സ്ത്രീ തൻ്റെ കുഞ്ഞിനെയും എടുത്ത് പുറത്തേക്ക് ഇറങ്ങിയത്. ഈ അർദ്ധരാത്രി ഈ കാടിനുള്ളിലേക്ക് എന്തിനാണ് ഈ സ്ത്രീ കുഞ്ഞിനെയും കൂട്ടി ഇറങ്ങുന്നത് എന്നൊക്കെ അവൻ്റെ മനസ്സിൽ ചോദ്യങ്ങൾ ഏറിക്കൊണ്ടേയിരുന്നു. എന്നിട്ട് അവൻ ആ സ്ത്രീയെയും കുഞ്ഞിനെയും പുറത്തേക്ക് നോക്കി. ആ സ്ത്രീയോ അല്ലെങ്കിൽ ആ കുഞ്ഞോ മറ്റെങ്ങും നോക്കുന്നുണ്ടായിരുന്നില്ല. അവർ രണ്ടുപേരും ആ ബസ്സിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം ആ സ്ത്രീ തൻ്റെ കയ്യിലെ സ്വന്തം കുഞ്ഞിനെ കയ്യിലെടുത്തിട്ട് അതിൻ്റെ കൈയും കാലും തലയും ഒക്കെ ഭക്ഷിക്കാൻ തുടങ്ങി. അത് ആ കുഞ്ഞിനെ ഭക്ഷിക്കുന്ന സമയത്ത് ആ കുഞ്ഞിൻ്റെ രക്തം ആ സ്ത്രീയുടെ വായിൽ നിന്നും തൻ്റെ കഴുത്തിലേക്ക് ഒലിച്ചിറങ്ങുന്ന ആ ഭീകരമായ കാഴ്ച അവൻ കണ്ടുകൊണ്ടേയിരുന്നു. ഇത് കണ്ടതോടെ അവന് മനസ്സിലായി ആ സ്ത്രീ ഒരു മനുഷ്യനല്ല, ഒരു മനുഷ്യ സ്ത്രീ ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല. ഞാൻ കയറിയത് തെറ്റായ ഏതോ ബസ്സിലാണെന്ന് നവീന് മനസ്സിലായി. എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെടണമെന്നോർത്ത് നവീൻ അവിടെ നിന്നും ഇറങ്ങി ഓടാൻ ശ്രമിക്കുന്ന സമയത്താണ് ഒരു സ്ലീപ്പിംഗ് പാരാലിസിസ് പോലെ അവൻ്റെ ശരീരം മുഴുവൻ അവിടെ നിശ്ചലമായതുപോലെ. അവന് ഉറക്കെ നിലവിളിക്കാനോ ഒന്ന് അനങ്ങാൻ പോലും പറ്റാത്ത രീതിയിൽ അവൻ ടോട്ടലി പാരാലിസിസ് പോലെ ആയിരുന്നു. ഇനി എന്തു ചെയ്യുമെന്നറിയാതെ ആ കാഴ്ച കണ്ടു നിൽക്കാൻ മാത്രമേ നവീന് സാധിച്ചിരുന്നുള്ളൂ. ഇനി മുന്നോട്ടേക്ക് പോകാൻ എന്ത് ചെയ്യുമെന്ന ഒരു ആലോചനയിൽ നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് ആ ബസ്സിലെ ലൈറ്റ് പ്രകാശത്തിൽ തെളിഞ്ഞത്. ആ സമയത്ത് താൻ ആ ബസ്സിന്റെ ഭാഗങ്ങളിലേക്കൊക്കെ നോക്കുന്ന സമയത്ത് ഒരുപാട് രക്തക്കറകൾ അവിടെയും ഇവിടെയും ഒക്കെ പറ്റിപ്പിടിച്ച് കിടക്കുന്നു. അത് മാത്രമായിരുന്നില്ല, ഫ്രഷ് ബ്ലഡ്, അതായത് ഇപ്പോൾ ഒലിച്ചിറങ്ങിയ പോലെയുള്ള ഒരു ഫ്രഷ് ബ്ലഡ് ആ ബസ്സിന്റെ തറയിൽ മുഴുവൻ തളം കെട്ടി കിടക്കുന്നതും അവൻ ആ വെളിച്ചത്തിൽ കണ്ടു. ഇനി അവിടെ നിൽക്കുന്നത് ഉചിതമല്ല എന്നറിഞ്ഞ് അവൻ ഓടാൻ ശ്രമിക്കുന്ന സമയത്ത് അവന് ആ തളർച്ചയിൽ നിന്ന് മോചിതനായിരുന്നു. അങ്ങനെ അവൻ ഇറങ്ങി ഓടാൻ ശ്രമിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ആ വൃദ്ധൻ അവന്റെ മുന്നിലേക്ക് ചാടി വീണത്. എന്നാൽ ആ വൃദ്ധൻ അവനെ ഉപദ്രവിച്ചില്ല.
ആ വൃദ്ധൻ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ നോക്കി. എന്നാൽ അദ്ദേഹത്തിന് കാലുകൾ ഉണ്ടായിരുന്നില്ല. അദ്ദേഹം വായുവിൽ ഒഴുകി നടക്കുന്ന പോലെയായിരുന്നു അദ്ദേഹം ആ ബസ്സിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയത്. ഉടനെ തന്നെ അവൻ ആദ്യം ഓടിച്ചെന്നത് ആ ഡ്രൈവറുടെ സീറ്റിലേക്കായിരുന്നു. ആ സമയത്ത് ആ ഡ്രൈവർ മരിച്ചിട്ട് വർഷങ്ങളായ പോലെയുള്ള ഒരു ശരീരം പോലെ, മുഖമൊക്കെ ചുക്കിച്ചുളിഞ്ഞും പകുതി മാംസകഷ്ണങ്ങൾ ദ്രവിച്ച് പുഴുവരിച്ചു പോയ പോലെ ഒരു രൂപമായിരുന്നു ആ ബസ് ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്നിരുന്നത്. അവിടെ നിന്നും ആദ്യം അവൻ ആ കണ്ടക്ടറുടെ അടുത്തേക്ക് ഓടി. ആ സമയത്ത് അതുപോലെ തന്നെയുള്ള ഒരു കാഴ്ച തന്നെയായിരുന്നു. മരിച്ചിട്ട് വർഷങ്ങളായിട്ടുള്ള ഒരു ശരീരപ്രകൃതത്തോടെ ആ കണ്ടക്ടറുടെ സീറ്റിൽ ഒരു വിചിത്രമായ രൂപം നിൽക്കുന്നു. ഒരു മനുഷ്യന്റെ രൂപമാണെന്ന് പോലും സംശയിക്കുന്ന തരത്തിലുള്ള ഒരു രൂപം. ഇനി ആലോചിച്ചു നിൽക്കാൻ സമയമില്ല എന്ന് മനസ്സിലാക്കിയ നവീൻ അവിടെ നിന്നും അവൻ ഓടാൻ തീരുമാനിച്ചു. അവൻ ആ കാട്ടിലേക്കായിരുന്നു ആദ്യം ഓടിയത്. എന്നാൽ ആ സമയത്ത് അവന് മനസ്സിലായി, ഇനി കാട്ടിലേക്ക് ഓടിയിട്ട് കാര്യമില്ല. അവൻ വന്ന വഴിയെ ഓടാമെന്ന് കരുതി അവൻ പെട്ടെന്ന് അവിടെ നിന്നും ഓടാൻ ശ്രമിച്ചു. വെറും 100 മീറ്റർ ഓടിയപ്പോഴേക്കും അവൻ ആ ബസ് സ്റ്റോപ്പിലേക്ക് എത്തി. ആ സമയത്ത് അവൻ്റെ മനസ്സിൽ ചിന്തകൾ കൂടി. ഞാൻ ബസ് സ്റ്റോപ്പിൽ നിന്നും പുറപ്പെട്ടിട്ട് ഒരുപാട് മണിക്കൂറുകളായിട്ടുണ്ട്. പിന്നെ വെറും 100 മീറ്ററിനുള്ളിൽ ഞാൻ എങ്ങനെയാണ് ബസ് സ്റ്റോപ്പിലേക്ക് എത്തിയതെന്ന്. അവൻ ആ ബസ് സ്റ്റോപ്പിലേക്ക് എത്തുന്ന സമയത്ത് ആ ബസ് സ്റ്റോപ്പിൽ നിറയെ ആൾക്കാരുണ്ടായിരുന്നു. അവരോടൊക്കെ അവൻ നടന്ന കാര്യങ്ങൾ പെറുപെറുത്ത് പറയാൻ തുടങ്ങി. എന്നാൽ അവന് ഹിന്ദി ലാംഗ്വേജ് വളരെ കുറച്ചേ അറിയായിരുന്നുള്ളൂ. എന്നാൽ അവിടെ ഉണ്ടായിരുന്ന ചിലരോട് അവനെ അറിയാവുന്ന ഹിന്ദി ഭാഷയിൽ അവന് നടന്ന കാര്യങ്ങൾ പറഞ്ഞു. ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നവർ അവനെയും കൂട്ടി അവിടെ ഉണ്ടായിരുന്ന സ്റ്റേഷൻ മാസ്റ്ററുടെ ഓഫീസിലേക്ക് എത്തിയിട്ട് ഈ കാര്യം പറഞ്ഞു. നീ പറയുന്നതൊന്നും ഞങ്ങൾക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത കാര്യമാണ്, എങ്കിലും CCTV പരിശോധിക്കാമെന്ന് പറഞ്ഞ് അവരെല്ലാവരും ആ CCTV പരിശോധിക്കാൻ തുടങ്ങി. എന്നാൽ ആ CCTVയിൽ അവർ കണ്ടത് ഭയാനകമായ കാഴ്ചയായിരുന്നു. നവീൻ തൻ്റെ സുഹൃത്തിൻ്റെ കൂടെ ഈ ബസ് സ്റ്റോപ്പിലേക്ക് വന്നിറങ്ങുന്ന സമയത്ത് നവീൻ മാത്രമായിരുന്നില്ല ആ ബസ് സ്റ്റോപ്പിൽ ഉണ്ടായിരുന്നത്. അവിടെ ധാരാളം പേരുണ്ടായിരുന്നു. നവീൻ പറഞ്ഞ പോലെ അവിടെ ആരും ഇല്ല എന്നത് കള്ളം തന്നെയായിരുന്നു. അവിടെ ഒരുപാട് പേരുണ്ടായിരുന്നു. നവീന് മാത്രം എന്തുകൊണ്ടാണ് ആ രൂപങ്ങളെയൊന്നും അല്ലെങ്കിൽ ആ മനുഷ്യരെയൊന്നും കാണാതിരുന്നത് എന്നതിന് വ്യക്തമല്ല. അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടായിരുന്നവർ പറഞ്ഞു, നിനക്ക് എന്തോ ചിത്തഭ്രമം പിടിച്ചതാണ്, നീ വെറുതെ എന്തോ സ്വപ്നം കണ്ട് പറയുന്നതാണ് എന്ന്. എന്നിട്ട് അവൻ അവിടെ ബസ് സ്റ്റോപ്പിൽ ചെന്ന് അവൻ്റെ ഫോൺ ചാർജ് ചെയ്യുന്നതും അവിടെ ഉണ്ടായിരുന്ന ഒരു കടയിൽ നിന്നും വെള്ളം വാങ്ങിക്കുന്നതും ഒക്കെ ആ CCTVയിലുണ്ട്. ഈ പറയുന്നത് പോലെ 10 മീറ്ററുകൾക്കപ്പുറം ഒരു ബസ്സോ അല്ലെങ്കിൽ ആ ബസ്സിലേക്ക് അവൻ കയറുന്നതായിട്ടുള്ള ഒരു ദൃശ്യവും ആ CCTVയിൽ ഉണ്ടായിരുന്നില്ല. ഇനി നാട്ടിലേക്ക് ഒരു യാത്ര വേണ്ട എന്ന് കരുതി അവൻ തിരികെ മടങ്ങാനൊരുങ്ങി. അവിടെ നിന്നും അവൻ തിരികെ മടങ്ങുന്ന സമയത്ത് അവന് ബസ്സിൽ പോവാൻ പേടി പോലെ തോന്നി. അതുകൊണ്ട് അവൻ അവിടെ ഉണ്ടായിരുന്ന ഒരു ഓട്ടോയിൽ കയറി അവൻ്റെ ഹോസ്റ്റലിലേക്ക് പോയി. അങ്ങനെ ഹോസ്റ്റലിലേക്ക് പോകുന്ന സമയത്താണ് പെട്ടെന്ന് അവൻ്റെ ഷൂവിനുള്ളിൽ എന്തോ ഒരു നനവ് പോലെ അവന് തോന്നിയത്. അത് എന്താണെന്ന് നോക്കാമെന്ന് കരുതി തൻ്റെ കയ്യിലെ മൊബൈൽ ഫ്ലാഷ് അടിച്ചു നോക്കുന്ന സമയത്ത് തൻ്റെ ആ ഷൂവിനുള്ളിൽ ഒരുപാട് രക്തം തളം കെട്ടിക്കിടക്കുന്നു, അതും ഫ്രഷ് ബ്ലഡ്. കുറച്ചു നേരത്തെ അവൻ ആ ബസ്സിൻ്റെ നിലത്ത് കണ്ട അതേ ബ്ലഡ്, അതേ രക്തക്കറകൾ പോലെ അവൻ്റെ ഷൂവിലും ഷൂവിൻ്റെ ഉള്ളിലും അതുപോലെ ഷൂവിനടിയിലുമൊക്കെ രക്തക്കറകൾ കണ്ടു. ഇതുകൂടി കണ്ടതോടെ അവന് മനസ്സിലായി നേരത്തെ അവൻ അനുഭവിച്ചതൊന്നും കള്ളമായിരുന്നില്ല എന്ന്. ഇതുപോലെയുള്ള ധാരാളം കഥകൾ എനിക്ക് ഇനിയും നിങ്ങളോട് പറയാനുണ്ട്. ഇത്തരത്തിലുള്ള കഥകൾ കേൾക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എൻ്റെ കൂടെ കൂടാവുന്നതാണ്.